ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഇതാ നമ്മുടെ അടുത്തുള്ള ഒരു നൈറ്റി പീസാണ്. ഇതിൽ നമുക്കൊരു കുർത്തിയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുർത്തിയിൽ നമ്മൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു നെക്ക് ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും മൊത്തത്തിൽ കാണിക്കുന്നില്ല. നമ്മൾ ആ നെക്കിൻ്റെ ആ ഒരു ഡിസൈനും ആ നെക്ക് കട്ട് ചെയ്യുന്നതും ഒക്കെയാണ് നമ്മൾ മെയിനായിട്ട് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരാനും ഷെയർ ചെയ്യാനൊന്നും മടിക്കരുത്. കൂടാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടുതൽ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കണോടി ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നെക്ക് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അത് നമ്മൾ ക്യാൻവാസിലാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഇതാ 10 ഇഞ്ച് വിഡ്ത്തും 10 ഇഞ്ച് ലെങ്ത്തുള്ള ഒരു ക്യാൻവാസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് രണ്ടായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 4 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ ബാക്കിൽ കയറ് വെച്ച് കെട്ടുന്ന ടൈപ്പ് ആയതുകൊണ്ടാണ് ഇത്രയും വിഡ്ത്ത് എടുക്കുന്നത്. ഇനി നെക്ക് ഇറക്കം 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി അതൊന്ന് നമുക്ക് ബോക്സ് ആക്കി വരച്ചെടുക്കാം. ഇനി നമുക്ക് 1 ഇഞ്ച് പുറകോട്ട് മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാ ഇതിൽ കാണുന്ന പോലെ 1 ഇഞ്ച് പുറകോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതും നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് താഴെ നിന്നും മുകളിലേക്ക് ഒരു 2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുന്നുണ്ട്. അടുത്ത ആ ഒരു ബോക്സിലും അതുപോലെ നമുക്ക് 1.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. താഴെ നിന്നും മുകളിലേക്ക് 1.5 ഇഞ്ച്. ഇനി ഇതിൽ കാണുന്ന പോലെ നമ്മൾ ആ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തതുമായിട്ട് ഇതുപോലെ വരച്ച് യോജിപ്പിക്കുകയാണ്. ഇനി നമുക്ക് ആ ഒരു 1.5 ഇഞ്ചിലേക്ക് ഇതുപോലെയാണ് താഴേക്ക് ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ വരച്ചെടുത്തു. ഇനി നമ്മൾ ഇപ്പോൾ ആ വരച്ച ആ ഒരു വരയിൽ നിന്ന് 1 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. മൊത്തത്തിൽ 1 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അതൊന്ന് ഇതുപോലെ ഒരു വി ഷേപ്പ് കിട്ടുന്ന രീതിയിൽ വരച്ചെടുത്തു. ഇനി അവിടെ നിന്നും നേരെയാണ് നമ്മൾ വരച്ചെടുക്കുന്നത്. ഇതിൽ കാണുന്ന പോലെ നേരെ വരച്ചെടുത്തു. ഇനിയിപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ റെഡ് ഇങ്ക് കൊണ്ടൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു മാർക്കിങ്ങിലൂടെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നെക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊരു തുണിയിൽ വെച്ചിട്ട് അയൺ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു നെക്കിന് ഡോറി വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കയറ് വെട്ടിയെടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് തുണി രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് നമ്മൾ ലെങ്ത്ത് 24 ഇഞ്ചും വിഡ്ത്ത് 1 ഇഞ്ചുമാണ് മാർക്ക് ചെയ്തത്. ഇത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചു. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം നമ്മൾ ആ ഒരു കയറാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് നല്ല വശം ഉള്ളിലാക്കി ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കൊരു ഈർക്കിളിട്ടിട്ട് എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഒന്ന് തിരിച്ചെടുത്താൽ മതി. ഇപ്പോൾ 2 കയറ് നമ്മൾ സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം ഒരു ഈർക്കിൾ അതിൻ്റെ ഉള്ളിലിട്ടിട്ട് തിരിച്ച് മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഡോറിയുടെ എൻഡിൽ വെക്കാനായിട്ട് 2 ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. 3 പീസ് ലെങ്ത്തും 3 പീസ് വിഡ്ത്തും ഉള്ളതാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ കാണുന്ന പോലെ ആദ്യം ഒന്ന് ഇതുപോലെ ഒന്ന് ത്രികോണത്തിൽ മടക്കി വീണ്ടും ഒന്ന് തിരിച്ച് മടക്കുന്നതോടൊപ്പം അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഒരു കയറ് അറ്റാച്ച് ചെയ്തുകൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 2 ഡോറി നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇനി അതൊന്ന് തിരിച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ നെക്ക് ക്യാൻവാസിൽ വെട്ടി വെച്ചത് നെക്കിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അതിനായിട്ട് മെയിൻ ക്ലോത്ത് നമ്മൾ നിവർത്തിയിട്ടിട്ടുണ്ട്. അതിന് മുകളിലേക്ക് ക്യാൻവാസിൻ്റെ ആ ഒരു നല്ല വശം വെച്ച് കൊടുത്ത് ഒന്ന് പിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അരികിലൂടെ 4 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്റ്റിച്ച് ചെയ്യുന്നതോടൊപ്പം നമ്മുടെ ആ ഒരു കയറ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെൻറ്ററിലെത്തുമ്പോൾ ആ ഒരു മുകളിലേക്ക് നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് ഇതുപോലെ നമ്മുടെ കയറ് ഉള്ളിലായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത് പോകാനായിട്ട്. ഇതുപോലെ തന്നെ ആ ഒരു സൈഡിലും നമുക്ക് നെക്കിൻ്റെ ആ ഒരു കയറ് വെച്ച് കൊടുക്കണം. അപ്പോൾ അവിടെ നമ്മൾ കയറ് ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഷേപ്പിൽ തന്നെ അതുപോലെ തിരിച്ച് പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ആ ഒരു പീസ് തുണി കട്ട് ചെയ്ത് മാറ്റാം.
അതിന് ശേഷം സ്റ്റിച്ചിൽ കൊള്ളാതെ നമ്മൾ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് നന്നായിട്ട് തിരിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഇനി നമുക്കതൊന്ന് മറച്ചിട്ടെടുക്കണം. മറയ്ക്കുന്ന സമയത്ത് ആ ഒരു കൂർപ്പൊക്കെ നല്ല രീതിയിൽ വരുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് മറിച്ചെടുക്കണം. നമ്മൾ മറിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി നെക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ നമ്മളൊരു കാര്യം മറന്നുപോയി. ആ ഒരു ക്യാൻവാസ് വെച്ചിട്ടുള്ള ആ ഒരു തുണി നമ്മളിങ്ങനെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതാ നെക്കിൽ വെച്ചിട്ടുള്ള ആ ഒരു പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് നെക്ക് പതിച്ചടിച്ച് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്യുന്ന വീഡിയോ. അപ്പോൾ ഫൈനൽ ലുക്ക് ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ.